ഹായ്, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ പ്ലം കേക്കിൻ്റെ ഒരു തിരക്കാണല്ലേ. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊന്നും അങ്ങനെ കേക്കൊന്നും മക്കൾക്ക് വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ് പതിവ്. അത് മക്കൾക്ക് കഴിക്കാൻ നല്ല ധൈര്യത്തോടു കൂടി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ കുറച്ച് പെർഫെക്ഷൻ കുറവാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഡെക്കറേഷൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ കുറച്ച് കാണാനൊക്കെ ഭംഗി കുറവുള്ളത്. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് ബദാമും പിന്നെ കുറച്ച് ഡേറ്റ്സും പിന്നെ ഉണക്കമുന്തിരി കറുത്തതും എടുക്കുന്നുണ്ട്, മഞ്ഞ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉള്ളത് വെച്ചാൽ അതിട്ട് കൊടുക്കുക. നമ്മൾക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാനൊന്നുമല്ലല്ലോ, നമ്മളെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഞാൻ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിതിലേക്ക് പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത് 3 ഓറഞ്ച് തൊലി കളഞ്ഞ ശേഷം നടുമുറിച്ച് അതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിട്ടോ. എന്നിട്ട് മിക്സിയിൽ ഇതൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ അടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 3 ഓറഞ്ചിന് അത്യാവശ്യം നീരുണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ജ്യൂസ് അങ്ങനെ അത് മാത്രം എടുത്തിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു 10 മണിയൊക്കെ ആകുമ്പോൾ, രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകിട്ടാണ് ഞാനിത് കേക്ക് റെഡിയാക്കണത്. അപ്പോൾ അതുവരെ ഇതൊന്ന് സോക്കാവാൻ വെക്കണം. അത് നിങ്ങൾക്ക് ടൈം ഇല്ലെച്ചെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. ഇനി ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര ശർക്കരൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒരു 1.5 അണി ശർക്കര മതി. ഞാനിങ്ങനെ ഉരുക്കി കുപ്പിയിലാക്കി വെക്കും കേട്ടോ. ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ. അപ്പോൾ ശർക്കര അവിടെ ഒരുക്കിയിട്ട് അരിച്ചിട്ട് മാറ്റി വെക്കട്ടോ ചൂടാറാനായിട്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും പിന്നെ ഈ മുട്ടൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ടെടുത്തിട്ട് ആയാലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും നമുക്ക് കേക്ക് റെഡിയാക്കാം. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ആ മുട്ടൻ്റെ ആ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി ഒരു വെള്ള കളറാകുന്നത് വരെ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പിന് 1 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പും പിന്നെ ഒരു അരക്കപ്പും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇതിലേക്ക് നല്ല പുതിയതായിട്ടുള്ളത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വരുള്ളൂ കേട്ടോ. പഴയതൊന്നും ഉപയോഗിക്കാതിരിക്കണതാണ് നല്ലത്. ഇപ്പോൾ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അതിൽ കുറച്ച് 1/4 ടീസ്പൂണിലധികം ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നത് ഞാൻ 1.5 കപ്പ് പൊടി എടുത്തതുകൊണ്ടാണ് കേട്ടോ. 1.5 കപ്പ് മൈദ എടുത്തതുകൊണ്ടാണ് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറഞ്ഞു തരുന്നത്. ഞാനിത് മിക്സ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മറന്നത് കേട്ടോ. ജാതിക്ക പട്ട ഉണ്ടല്ലോ, അത് കൂട്ടി പൊടിച്ചിട്ടുള്ള പൊടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഞാൻ മറന്നു പോയി. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ ജാതിക്കയും പട്ടയും ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. വേറെ ഇതിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല അങ്ങനെയൊക്കെ ചിലവർ ഇടുന്നത് കാണാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഈ ജാതിക്ക പട്ട കൂട്ടി പൊടിച്ചിട്ടുള്ളതും ഏലക്ക പൊടിച്ചിട്ടുള്ളതും മാത്രമാണ് ഫ്ലേവറിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കുറച്ച് മാവ് നല്ല ടൈറ്റ് അല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഒന്ന് കോരിയിടാണ് കേട്ടോ. കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് ബാക്കിയുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യത്തിന് തന്നെ നമ്മുടെ മാവ് നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ബട്ടർ പേപ്പറൊന്നും ഇല്ല കേട്ടോ കയ്യിൽ. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് തട്ടി
കൊടുത്തിട്ടുള്ള ഒരു കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു 7 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നാണ്. അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണില്ല, പകുതിയിലേറെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. ബാക്കി ഞാൻ വേറൊരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ ഓവന് ഒന്നുമില്ല കേട്ടോ. അപ്പം ഒരു ചെമ്പുണ്ടല്ലേ, അലുമിനിയത്തിൻ്റെ ചെമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് ഇങ്ങനെ ചെറിയ തീയിൽ അവിടെ അടച്ച് വെച്ചാൽ മതി, റിങ് ഇട്ട് കൊടുത്തിട്ട്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ പിന്നെയാണ് ഈ ചെമ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പുറത്തുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ റിങ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുത്ത ശേഷം ഞാൻ കേക്ക് ടിന്ന് അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതലായിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളു വേവാതെ കരിഞ്ഞു പോവേ. അപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ വേറൊരു കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കേക്ക് ടിന്നും ഒരു റിങ് ഇട്ടിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ബാറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിരുന്നു. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. മറ്റേ കേക്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അത് ഒന്ന് കേക്ക് കുറച്ച് ബേക്കായതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പോൾ ഈ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ പപ്പടക്കോലുകൊണ്ടൊക്കെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതായിട്ടില്ല, കുറച്ച് അധികം ബാറ്റർ ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് മുകൾ ഭാഗം കുറച്ചും കൂടി ആവാനുണ്ട്. 10 മിനിറ്റ് കൂടി ഞാനിത് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. കേക്ക് ബേക്കായാലും പിന്നെ ആ ചെമ്പിൽ വെക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ ചെമ്പെന്ന് മാറ്റി കൊടുക്കണേ. അതുപോലെ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ നിന്ന് കേക്ക് നല്ല തണുത്ത ശേഷം അടർത്തിയെടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ വാങ്ങുമ്പോൾ എന്തായാലും അതിൽ പ്രിസർവേറ്റീവും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും കേട്ടോ, അത് കേടാവാതിരിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ നമ്മളങ്ങനെ ചേർക്കില്ലല്ലോ. കുറച്ച് പെർഫെക്ഷനോ അല്ലെങ്കിൽ കാണാൻ ഭംഗി കുറവാണെങ്കിലും വീട്ടിലിങ്ങനെ ഉണ്ടാക്കുന്നതിന് ഒക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.